മനുഷ്യനായി പുത്രനായി പിറന്നാൽ ഒരുവൻ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം മര്യാദകൾ ഉണ്ടാവണം, മാനദണ്ഡങ്ങൾ ഉണ്ടാവണം, സദാചാരനിഷ്ഠയുണ്ടാവണം, അതൊക്കെ ശ്രീരാമനിൽ കാണാം. അതാണ് അദ്ദേഹത്തിന് മര്യാദാ പുരുഷോത്തമൻ. നിങ്ങൾ വീരപരാക്രമികളെ ഒക്കെ കാണാം. പക്ഷേ ആ പരാക്രമികളൊന്നും സമയോചിതമായി ത്യാഗം അനുഷ്ഠിച്ചിട്ടുള്ളവരല്ല. രാമൻ 2 ത്യാഗമാണ് നടത്തിയത്. ഒന്ന്, യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ട ദിവസം കൈകേയി പറഞ്ഞു, നിനക്ക് അഭിഷേകമില്ല, പകരം നീ കാട്ടിലേക്ക് പോകണം 14 കൊല്ലം. ഓ ആയിക്കളയാം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഈ രാമൻ അയോധ്യ വിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരൊറ്റ വാക്ക. ഞാൻ എപ്പോഴും പറയും, കൈകേയി മഹാറാണി രാമൻ്റെ മുൻപിൽ തോറ്റൂന്ന്. അവർ വിചാരിച്ചു രാമൻ സമ്മതിക്കില്ല, വഴക്കടിക്കും, വല്ല കോലാപ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കും. ഒന്നും നടന്നില്ല. എൻ്റെ അമ്മയെയും അതുപോലെ മുതിർന്നവരെയും പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ള കുറച്ച് സമയം മാത്രമാണ് എനിക്ക് ആവശ്യം, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോയി. ഇത് വലിയൊരു ത്യാഗ. അതെന്നാ? യുവരാജാഭിഷേകം നടക്കുന്ന ദിവസം കാലത്ത് 9-നും 10-നും മുമ്പിലാണ്, മധ്യത്തിലാണത് നടന്നത്. ഇനിയൊരു ത്യാഗോ, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സീതയെ ഉപേക്ഷിച്ചു. ആർക്കു വേണ്ടിയിട്ട്? പ്രജകളിലുള്ള ആ അപവാദം കണക്കിലെടുത്തുകൊണ്ട്. പലരും ചോദിക്കും, പറഞ്ഞതാരാ? ഒരു വെളുത്തേടനാ, അത് മാനിക്കണോ? രാമൻ അങ്ങനെയൊന്നുമില്ല. എൻ്റെ പ്രജകളിൽ ആരെന്ത് പറഞ്ഞാലും അതിന് ഒരേ സ്ഥാനമാണ്. ഈ പറഞ്ഞത് എന്നെയല്ല, എൻ്റെ കുലത്തെയാണ്, ഇക്ഷ്വാകു വംശത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കേൾക്കില്ല. എന്നോടൊരൊറ്റ ആൾ നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹവും ആദരവും ഉണ്ടെങ്കിൽ സഹോദരന്മാരോട് പറയുകയാണ്, മിണ്ടരുത്. എൻ്റെ വാക്കിന്മേൽ ലക്ഷ്മണ സീതയെ കൊണ്ടുപോയി വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ ഉമ്മറത്ത് കൊണ്ടുപോയി അവിടെ പോയിട്ട് വേണം ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയാൻ. എന്താ കാരണം? അവർ ഗർഭകാലത്ത് കുറച്ച് ദിവസം മഹാത്മാക്കളെ ഒന്ന് ശുശ്രൂഷിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നന്മയുണ്ടാവണം, ശ്രേയസ്സുണ്ടാവണം എന്നിങ്ങനെ പറയുണ്ടായി. അപ്പോൾ വാൽമീകി അങ്ങനെ ഒരാളാണല്ലോ. ആ വ്യാജത്തിൽ നീ കൂട്ടിക്കൊണ്ടുപോ ജ്യേഷ്ഠത്തിയമ്മേ, അവിടെ പോയിട്ടേ പറയാവൂ എന്ന് പറഞ്ഞു. ഒരു വലിയ ത്യാഗമല്ലേ അത്?